രാത്രി ഈ സാധനം വെച്ച് കൊടുത്തപ്പോൾ രാവിലെ ആയപ്പോൾ പാറ്റകളൊക്കെ ദേ കണ്ടോ. ഇത് ഒരു ദിവസം പിറ്റേ ദിവസം സംഭവിച്ചാണ്. സെയിം തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ പാറ്റകൾ ചത്ത് കിടക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ അതെന്താണ് ഇങ്ങനെയാണെന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നല്ല റിസൾട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പാറ്റകൾ ശരിക്കും ഞങ്ങൾക്ക് ശല്യമായി. രാത്രി നമുക്ക് റൂമിൽ കിച്ചണിനകത്ത് പോകുമ്പോൾ ഫുൾ പാറ്റ പറക്കരുത്, അത്രയും ശല്യമായി. ഇത് കണ്ടോ ചത്തുപോയിട്ടില്ല, ഇതെല്ലാം ചെറുതായിട്ടൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഐറ്റം പാറ്റ കഴിച്ചു കഴിഞ്ഞാൽ പാറ്റ എന്തായാലും ചത്തിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാറ്റേനൊക്കെ എങ്ങനെ കൊല്ലാൻ നോക്കാം. ഇത് ശരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. ഞാൻ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കട്ടെ. രാത്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ രാത്രി നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ടത് നമ്മൾ റൈസ് എടുക്കുക കേട്ടോ. കുറച്ച് 1 സ്പൂൺ റൈസ് മതി. പാറ്റ വീടിനകത്താണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഇത്രയും മതി അടുക്കളയിൽ ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ഇത്രയും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എളുപ്പ വഴിയാണ്, എന്നാൽ പാറ്റ ചാവും ചെയ്യട്ടോ. അത്രയും നല്ലൊരു സംഭവമാണ്. ഇനി നമുക്കിതിലേക്ക് സോഡാപ്പൊടിയാണ് ചേർക്കേണ്ടത്. ദേ നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. അതായത് നമ്മൾ കണ്ടോ ചോറിൻ്റെ നമ്മൾ എടുത്ത റൈസിന്റെ പകുതിയെങ്കിലും സോഡാപ്പൊടി എടുത്തിരിക്കണം, എന്നാലേ എഫക്റ്റ് ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. സോഡാപ്പൊടി ആയതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തൊടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഏതൊക്കെ ഭാഗത്താണുള്ളത് അവിടെയൊക്കെ ചെറിയൊരു ന്യൂസ് പേപ്പറിൽ വേണം നമുക്കിത് വെക്കാനായിട്ട്. എനിക്ക് മെയിനായിട്ട് 3 കിച്ചൺ സ്ലാബിന്റെ അടിയിൽ 3 ഇതുണ്ട്. അപ്പോൾ അവിടെയാണ് എനിക്ക് മെയിനായിട്ട് വരുന്നത്. രാത്രി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ കിച്ചൺ സ്ലാബിന്റെ 3 സ്ലാബിനകത്ത് ഞാനിത് വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ആക്കിയിട്ട് രാത്രി വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ആക്കൂലേ ആ കിച്ചണിൽ, അപ്പം വെച്ച് കൊടുക്കുക. കിച്ചൺ സിങ്കിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവിടെയും വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് പാറ്റയെ കാണാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ പാറ്റകളെല്ലാം ചില ദിവസം 1 കാണും, ചില ദിവസം മറ്റേ ദിവസം 2 ചത്തു കിടക്കണം കാണും. അങ്ങനെ ഒരു പകുതി ജീവനിലൊക്കെ കിടക്കണമാണ് സാക്ഷിയത്. അതായത് ഇത് കഴിച്ചിട്ട് അതിന്റെ ആ ഒരു ബേക്കിംഗ് സോഡ നമ്മുടെ ഈ പാറ്റയുടെ വയറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വയറ് വീർത്ത് അതിന് ഭയങ്കര ഇതാവും. അപ്പോൾ അങ്ങനെയാണ് ചത്തു പോകുന്നത്. അപ്പൊ ഇത് കഴിച്ചാലേ ചാവുള്ളൂ പാറ്റ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാറ്റ ചത്തിരിക്കും. നന്നായിട്ട് ആ ബേക്കിംഗ് സോഡ അതിൽ ആ റൈസിൽ ഇതാക്കിയിരിക്കണം. കിച്ചൺ സ്ലാബിലൊക്കെ വെച്ചു കൊടുക്കുക. അതായത് എവിടേക്കാണ് ഉള്ളത് അവിടെയൊക്കെ വെച്ചു കൊടുക്കുക. കിച്ചൺ സ്ലാബിന്റെ അടിയിൽ കബോർഡ്സിലും വെച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാനത് രാത്രി വെച്ചു കൊടുത്തിട്ട് രാവിലത്തെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ പാറ്റകളെല്ലാം രാവിലെ എണിച്ച് ഞാൻ നോക്കുമ്പോഴാണ് കണ്ട ഈ ഒരു സീൻ കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ട് സംഭവം. കഴിച്ചിട്ട് എല്ലാം ഒരു ഭാഗത്തായിരുന്നില്ല, പല ഭാഗത്തായിരുന്നു. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരു ഭാഗത്തേക്ക് ചൂലുകൊണ്ട് അടിച്ചിട്ടതാണ് സംഭവം. ഇത് കണ്ടോ, അതെ അതിന് ജീവനുണ്ട്. ചിലതിനൊക്കെ ചെറിയൊരു അനക്കമുണ്ട്, ചിലത് തളർന്ന് കിടക്കണ്ട്. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, എഫക്റ്റീവാണ്.